ഇവിടെ കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറയുമ്പോൾ കേരളത്തിൽ RSS, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ ഒരു ഭാഗത്ത്, അവരുമായിട്ട് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന UDF, ഒപ്പം തന്നെ ജമായത്തെ ഇസ്ലാമി, SDPI, ലീഗ്, കോൺഗ്രസ്, പുതിയ കൂട്ടുകെട്ട്. ഇതാണ് ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇത് തൽക്കാലത്തേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏതെങ്കിലും ഒരു സീറ്റ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സീറ്റിൽ SDPI ജയിച്ചത് കോൺഗ്രസ് ജയിച്ച സീറ്റാണ്. ഒരു പഞ്ചായത്തിലൊരു വാർഡാണ്, പക്ഷേ അതൊരു ടെസ്റ്റ് കേസാണ്. ആ ഒരു വാർഡിൽ UDF ജയിച്ച വാർഡാണ്. അവിടെ ഞങ്ങൾ കൃത്യമായ കണക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 450-ലധികം വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് കോൺഗ്രസ്, UDF. അവിടെ ഈ പ്രാവശ്യം ജയിച്ചത് SDPI ആണ്. കോൺഗ്രസ്സിന് 125 വോട്ടേ ഉള്ളൂ. 450 വോട്ട് കിട്ടി ജയിച്ച കോൺഗ്രസ്സിന് ഈ പ്രാവശ്യം 125 വോട്ട്. അവരുടെ 300-ലധികം വോട്ട് യഥാർത്ഥത്തിൽ കൊടുത്തത് SDPIക്ക്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയും, അത് 100-ലധികം വോട്ട് നമുക്കധികം കിട്ടി. എന്നിട്ട് തോറ്റു. ഞങ്ങൾ 2ാം സ്ഥാനത്തായി, കോൺഗ്രസ് 3ാം സ്ഥാനത്തായി. ഇപ്പോൾ ആസൂത്രിതമായ പ്ലാനിങ്ങാണ്. ശ്രീവരാഹം എന്ന് പറയുന്ന അവിടുത്തെ കോർപ്പറേഷനിലെ ഒരു വാർഡ്, ആ വാർഡിൽ കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ഇല്ല. കോൺഗ്രസിൻ്റെ വോട്ടിൽ നല്ലൊരു ഭാഗം വോട്ട് BJP കൊടുത്തിരിക്കുകയാണ്. കാരണം CPIM-നെ തോൽപ്പിക്കാൻ അവിടെ BJP ആണ് ജയിക്കേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടാണ്. എന്നിട്ടും ഞങ്ങളവിടെ ജയിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവർ ഇടതുപക്ഷത്തിനെതിരായിട്ട്, ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനെതിരായിട്ട്, മുന്നണിക്കെതിരായിട്ട് തിരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടങ്ങളിൽ വരുന്നത് എന്ന് തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായതാണ്. തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും കൃത്യമായിട്ട് പകൽ വെളിച്ചം പോലെ മനസ്സിലായി. 86,000 വോട്ട് കോൺഗ്രസ്സിന് കുറഞ്ഞു. ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയുള്ള ആ വോട്ടിന് നല്ല ശതമാനം BJP കിട്ടിയപ്പോൾ 74,000 വോട്ടിന് BJP ജയിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാൾ 16,288 വോട്ട് കൂടുതൽ കിട്ടി. ഞങ്ങൾ 2ാം സ്ഥാനത്തായി. കോൺഗ്രസ്സിന് ഞാൻ നേരത്തെ പറഞ്ഞ 86,000 വോട്ട് കുറഞ്ഞ് അവർ 3ാം സ്ഥാനത്തായി. മുരളി അവിടെ തോറ്റതിൻ്റെ അടിസ്ഥാനതാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി കമ്മീഷൻ വെച്ചു, പുറത്തുവിടുന്നില്ല. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് തന്നെയാണ് തോൽപ്പിച്ചതെന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. അതായത് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഒരു MPയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് കോൺഗ്രസ്സാണ്. നിയമനിയോജക മണ്ഡലത്തിൽ നിന്ന് രാജഗോപാലൻ മുമ്പ് മത്സരിച്ച് ജയിച്ചത് കോൺഗ്രസിൻ്റെ ചെലവിലാണ്. ആ കോൺഗ്രസിൻ്റെ ചെലവിൽ ജയിച്ചതിൻ്റെ വിജയമാണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ ആദ്യം രാജഗോപാലിന് എത്താൻ സാധിച്ചത്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് പാർലമെൻറ്റിൽ എത്തിക്കാൻ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ നിലപാട്, UDF-ൻ്റെ ഈ സമീപനം, ഇതെല്ലാം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ വർഗീയതക്കെതിരായി മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനതയെ ആകെ ചേർത്ത് നിർത്തി ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് രാജ്യത്തെ നയിക്കാതിരിക്കണമെങ്കിൽ അതിൻ്റെ പ്രവണതയെ മനസ്സിലാക്കി പ്രതിരോധിക്കാനാവണം എന്നാണ് കേരളത്തിലെ പാർട്ടിയും കൃത്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ജാതീയതയും വർഗീയതയും ഇപ്പോൾ UDF തന്നെ ഉപയോഗിക്കുകയാണ് പൂർണ്ണമായിട്ട്. അതാണ് SDPIയുടെയും അതുപോലെ തന്നെ തീവ്രവാദ വിഭാഗങ്ങളെയും അതുപോലെ രാഷ്ട്ര സിദ്ധാന്തവാദികളെയും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ്. പറ്റാവുന്ന സ്ഥലത്തെല്ലാം RSSനെയും അവർ കൂട്ടിച്ചേർക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. പിന്നെ ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും എല്ലാ തലങ്ങളിൽ വിഷം കലർത്തുന്ന രീതിയിലുള്ള സംഘപരിവാർ വിഭാഗത്തിൻ്റെ പ്രചാരവേല, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്കറിയുന്നത് പോലെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP മുമ്പോട്ടേക്ക് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതായിരുന്നു. ഞങ്ങൾ 430 സീറ്റ് വാങ്ങി ഭരണഘടനയെ ഭേദഗതി ചെയ്ത് 2025 RSSൻ്റെ 100ാം വാർഷികത്തിന് ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കും എന്നായിരുന്നു അവരുടെ ധാരണ. അതിനെ പ്രതിരോധിക്കാൻ 23ാം പാർട്ടി കോൺഗ്രസിൽ CPIM എടുത്ത നിലപാട് കൃത്യമായിട്ട് ഉതകി എന്നുള്ളത് ഇപ്പോഴും സത്യമാണ്. ഞങ്ങൾക്ക് കേരളത്തിൽ പരിമിതി ഉണ്ടായി പാർലമെൻറ്റിൽ സീറ്റ് ജയിക്കുന്നതിൽ എന്നുള്ളത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ
ഒറ്റയ്ക്ക് 430 സീറ്റും വാങ്ങി ഒരു ഇന്നത്തെ ഭരണഘടന പൂർണ്ണമായിട്ടും മാറ്റി അതിനു പകരം ഭരണഘടന ഇങ്ങനെയും മാറ്റാനുള്ള ഭൂരിപക്ഷം നേടി. എന്നിട്ട് ഹിന്ദുത്വ രാജ്യപ്രഖ്യാപനം നടത്താൻ, മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാൻ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏക സിവിൽ കോഡിൻ്റെ കാര്യം വന്നു. പള്ളിയുള്ള സ്ഥലത്തെല്ലാം അതിൻ്റെ അടിയിൽ അമ്പലമുണ്ട് എന്നുള്ള പ്രചാരവേല വന്നു. അതടിസ്ഥാനപ്പെടുത്തിയിട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചില കോടതികൾ ശക്തിയായ ഇടപെടൽ നടത്തുന്ന കാര്യം വന്നു. ഇങ്ങനെയെല്ലാമുള്ള ധ്രുവീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടി അവരാഗ്രഹിച്ചത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി, അതാണ് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഊന്നിയ ഒരു ഭരണഘടന ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത്. RSSൻ്റെ മുദ്രാവാക്യതാണ്. ഏതായാലും 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വന്തമായിട്ട് ഭൂരിപക്ഷം തന്നെ കിട്ടിയില്ല. അത് ഇന്ത്യ ബ്ലോക്കിൻ്റെ രൂപീകരണം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഫലപ്രദമായ രീതിയിലായില്ലെങ്കിലും ഒരു പരിധിവരെ ഒരു ശരിയായ രീതിയിൽ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, 2% വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഭരണത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വന്നതുകൊണ്ട് 2% വോട്ടിൻ്റെ കുറവാണ്. എന്ന് പറഞ്ഞാൽ 38 MP കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. പക്ഷേ അതിന് ശേഷവും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ്. അതാണിപ്പോൾ ഡൽഹി കണ്ടത്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗൗരവപരമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതിൽ ഗുരുതരമായ വീഴ്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോലും കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന് പറയുന്നതിന് പകരം അതിനേക്കാളും പ്രധാനപ്പെട്ട നേതാവായിട്ട് വാഴ്ത്തപ്പെടുന്നത് സവാർക്കർ ഉൾപ്പെടെയുള്ളവരെയാണ്. ചരിത്രം മാറ്റുകയാണ്. മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ചേർത്തിട്ട് ചോദിക്കുന്ന ചോദ്യം. മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന്? ഇമാതിരി ചോദ്യം ചോദിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ ചരിത്രം എങ്ങനെ രേഖപ്പെടുത്തുന്നു, പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിലും BJP ഇല്ല. അപ്പോൾ ഒന്നും അവകാശപ്പെടാനുമില്ല. അപ്പോൾ ഈ രീതിയിലുള്ള തെറ്റായ വാർത്തകൾ സൃഷ്ടിച്ച് തെറ്റായ ആശയങ്ങൾ രൂപപ്പെടുത്തി ചരിത്രത്തെ വ്യാഖ്യാനിക്കാനും ചരിത്രത്തെ പുതിയ തരത്തിൽ എഴുതാനുമാണിപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ശക്തിയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണത് എന്നുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ തലങ്ങളിലുമുള്ള ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും എല്ലാ തലങ്ങളിലുമുള്ള വർഗീയവൽക്കരണത്തെ ശക്തിയായിട്ട് നമുക്ക് എതിർക്കാൻ സാധിക്കണം.